ഇറാൻ ബന്ധമുള്ള അവയവക്കടത്ത് കേസിൽ പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങാൻ NIA ഒരുങ്ങുന്നു. മനുഷ്യക്കടത്ത് നടന്നു എന്ന കണ്ടെത്തലിനെ തുടർന്നാണ് NIA കേസ് ഏറ്റെടുത്തത്. കേസ് അങ്കമാലി മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്ന് കൊച്ചി NIA കോടതിയിലേക്ക് മാറ്റിയ ശേഷമാകും കസ്റ്റഡി അപേക്ഷ കൊടുക്കുക. വിഷ്ണു സുരേഷ് വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് തത്സമയ മോർണിംഗ് ഷോയിൽ. പറയൂ വിഷ്ണു സുരേഷ്. നേരത്തെ ഈ കേസ് എറണാകുളം റൂറൽ SP നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് അന്വേഷിച്ചിരുന്നത്. അതുമായി ബന്ധപ്പെട്ട് 3 പേരെ കസ്റ്റഡിയിൽ എടുക്കുകയും അവരെ റിമാൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു. ഈ കേസിൽ നിലവിൽ NIA കൂടി എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കഴിഞ്ഞ ദിവസമാണ് NIA FIR എടുത്തത്. അതായത് ഈ അവയവക്കടത്തുമായി ബന്ധപ്പെട്ട് മനുഷ്യക്കടത്ത് നടന്നിട്ടുണ്ട് എന്നൊരു വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് NIA കേസ് ഏറ്റെടുത്ത്. പോലീസ് അത്തരത്തിലൊരു അഭ്യർത്ഥന NIAയോട് നടത്തിയിരുന്നില്ല. പക്ഷേ ഈ സംഭവത്തിൽ ഇത് പോലീസിന്റെ ജൂറിസ്ഡിക്ഷനും അപ്പുറത്ത് നടന്ന കാര്യങ്ങളാണ്. രാജ്യാന്തര ബന്ധം ഉൾപ്പെടെ ഉണ്ട്. ആ ഒരു പശ്ചാത്തലത്തിലാണ് NIA ഇടപെടുന്നത്. കേസിൽ നേരത്തെ പോലീസ് പിടികൂടിയ സാബിത്ത്, സജിത്ത് ശ്യാം, അതോടൊപ്പം തന്നെ വിജയവാഡ സ്വദേശിയായ ബെല്ലം രാമചന്ദ്ര, ഈ 3 പേരെയും NIAയും കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്യുമെന്നാണ് ലഭിക്കുന്ന വിവരം. ഇവരെ കസ്റ്റഡിയിൽ വാങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള അപേക്ഷ NIA കൊച്ചി കോടതിയിൽ നൽകും. കേസ് അങ്കമാലി കോടതിയിലാണ് നിലവിലുള്ളത്. അവിടെ നിന്ന് കേസ് എത്രയും പെട്ടെന്ന് തന്നെ കൊച്ചി കോടതിയിലേക്ക് മാറ്റും. അതിനുശേഷമായിരിക്കും കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യുക. ഒപ്പം ഈ കേസിലെ 1-ാം പ്രതിയായി പോലീസ് വിലയിരുത്തുന്ന മധു, അയാൾ നിലവിൽ ഇറാനിലാണുള്ളത്. ഇയാൾക്ക് വേണ്ടിയുള്ള ബ്ലൂ കോർണർ നോട്ടീസ് പുറപ്പെടുവിക്കാൻ പോലീസ് എല്ലാ നടപടിയും പൂർത്തിയാക്കിയിട്ടുണ്ട്. CBI അത് നടപടിയിലേക്ക് കടക്കുകയാണ്. ഇയാൾ എത്രയും പെട്ടെന്ന് NIA കേസ് ഏറ്റെടുത്ത പശ്ചാത്തലത്തിൽ ഇയാളെ നാട്ടിലെത്തിക്കാനുള്ള നടപടി 1 മാസത്തിനുള്ളിൽ പൂർത്തിയാക്കുമെന്ന വിവരവും ലഭ്യമാക്കുന്നുണ്ട്. അവയവക്കടത്ത് കേസിന് മറ്റൊരു മാനം കൂടി വന്നു ചേരുകയാണ് NIA ഈ കേസ് ഏറ്റെടുത്ത പശ്ചാത്തലത്തിൽ. ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ പ്രതികൾ ഈ അവയവക്കടത്ത് വഴി ലഭിച്ച തുക അതെന്തിന് ചെലവാക്കി എന്നുള്ള വശം കൂടി NIA വിശദമായി പരിശോധിക്കും. താങ്ക് യു വിഷ്ണു സുരേഷ്.